സമയം രാത്രി 8:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ ഉമ്മറത്തെ തിണ്ണയിൽ ഫോണും നോക്കി ഇരിക്കുകയായിരുന്നു. സുധി വരാമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറിലേറെയായി. ഗൾഫിൽ നിന്ന് അവൻ വന്നിട്ടിപ്പോൾ 2 ആഴ്ചയായി കാണും. വന്ന ദിവസം മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ഒന്ന് സംസാരിക്കണമെന്ന്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഇന്നെന്തായാലും കൂടണമെന്ന് അവൻ ഉച്ചയ്ക്ക് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഗേറ്റിന് പുറത്ത് ഒരു കാർ വന്നു നിന്നത്. സുധിയുടെ കാറാണ്. ഞാൻ വേഗം എഴുന്നേറ്റു. ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. മുൻവശത്തെ സീറ്റിൽ വിനോദുമുണ്ട്. സുധിയാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ പിൻസീറ്റിൽ കയറി ഡോർ അടച്ചു. എന്താണ് ഇത്ര വൈകിയത്? ഞാൻ ചോദിച്ചു. അത് വിനോദിനെ ഇറങ്ങാൻ അവൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ലായിരുന്നു. അവിടെ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു. സുധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വണ്ടി മുന്നോട്ടെടുത്തു. എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. സാധാരണ ഞങ്ങൾ പുഴവക്കിലെ പമ്പ് ഹൗസിൻ്റെ പിന്നിലാണ് ഇരിക്കാറ്, അല്ലെങ്കിൽ ടവർ വെച്ച വലിയ പറമ്പിൽ. പക്ഷേ ഇപ്പോൾ അവിടെയൊന്നും പോകാൻ പറ്റിയ അവസ്ഥയല്ല. നമ്മളെങ്ങോട്ടാ? ഞാൻ ചോദിച്ചു. അതൊരു പ്രശ്നമാണല്ലോ, വിനോദ് തിരിഞ്ഞു നോക്കി പറഞ്ഞു. പുഴവക്കിൽ കഴിഞ്ഞയാഴ്ച പോലീസ് വന്നിരുന്നു. 2 പിള്ളേരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. നാട്ടുകാർ തന്നെ വിളിച്ചു പറഞ്ഞതാ. ടവർ പറമ്പിൽ ഇപ്പോൾ വെളിച്ചമിട്ടിട്ടുണ്ട്. അവിടെങ്ങാനും ഇരുന്നാൽ അപ്പോൾ തന്നെ ആരെങ്കിലും ടോർച്ചും അടിച്ചു വരും. അത് സത്യമാണ്. ഗ്രാമത്തിലിപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എവിടെയെങ്കിലും 2 പേർ മാറി നിന്നാൽ ഉടനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വരും. സദാചാര കമ്മിറ്റിക്കാർക്ക് ഒരു പഞ്ഞവുമില്ല. പിന്നെ നമ്മൾ എവിടെയിരിക്കും? ഞാൻ ചോദിച്ചു. സുധി വണ്ടി ഒരു വളവ് തിരിച്ചു. അവനൊന്നും മിണ്ടുന്നില്ലായിരുന്നു. വണ്ടിയുടെ ഡാഷ്ബോർഡിലെ ചെറിയ വെളിച്ചത്തിൽ അവൻ്റെ മുഖം എനിക്ക് കാണാമായിരുന്നു. അവനെന്തോ ആലോചിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, സുധി പറഞ്ഞു. എന്ത് ഐഡിയ? വിനോദ് ചോദിച്ചു. നമുക്ക് ആ പഴയ ഇലഞ്ഞിക്കൽ മനയിൽ പോയാലോ? സുധി അത് പറഞ്ഞപ്പോൾ എനിക്കും വിനോദിനും ഒരു നിമിഷം ശ്വാസം നിന്നതുപോലെ തോന്നി. ഇലഞ്ഞിക്കൽ മന. ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആരും രാത്രിയോടെ പോകാൻ ധൈര്യപ്പെടില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു വലിയ നാലുകെട്ട്. നീ എന്തായി പറയുന്നത്? അവിടെയോ? വിനോദിൻ്റെ ശബ്ദം നേരിയ തോതിൽ വിറച്ചു. അതെന്താ? അവിടെയാകുമ്പോൾ ഒരു പട്ടിക്കുട്ടി പോലും വരില്ല. നാട്ടുകാരും വരില്ല, പോലീസും വരില്ല. നമുക്ക് സമാധാനമായിട്ടിരിക്കാം, സുധി വളരെ ലാഘവത്തോടെ പറഞ്ഞു. എടാ, അവിടെ ശരിയല്ല എന്നല്ലേ നാട്ടുകാർ പറയുന്നത്? അവിടെ പണ്ട്... ഞാൻ എന്തോ പറയാൻ തുടങ്ങിയതും സുധി ഇടപെട്ടു. നിർത്തടാ, എന്ത് ശരിയല്ലെന്ന്? ഈ 21-ാം നൂറ്റാണ്ടിലും നീ പ്രേതകഥയും വിശ്വസിച്ച് നടക്കുകയാണോ? അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. പണ്ട് ആ തറവാട്ടിലെന്തോ സ്വത്ത് തർക്കം നടന്നു. കേസും കൂട്ടവുമായി. അതുകൊണ്ട് ആരും അവിടെ താമസിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ യക്ഷിയൊന്നുമില്ല. സുധിക്ക് അതൊരു തമാശ മാത്രമായിരുന്നു. ഗൾഫിൽ പോയതിനു ശേഷം അവന് ഈ നാട്ടിലെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അവനെല്ലാം പുച്ഛമാണ്. എങ്കിലും വേണ്ടട സുധി, നമുക്ക് വണ്ടിയിൽ തന്നെ എവിടെയെങ്കിലും ഇരുന്ന്... വിനോദ് വീണ്ടും പറഞ്ഞു നോക്കി. വണ്ടിയിലിരുന്നാൽ പോലീസ് പിടിക്കും. നീ പേടിക്കാതെ വിനോദേ, ഞാനില്ലേ കൂടെ. നമ്മൾ 1 മണിക്കൂർ, കൂടി വന്നാൽ 1.5 മണിക്കൂർ കുറച്ചു നേരം സംസാരിക്കുന്നു, കുടിക്കുന്നു, തിരിച്ചു പോരുന്നു. ആരും അറിയില്ല. സുധിയുടെ നിർബന്ധത്തിന് മുന്നിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, സത്യം പറഞ്ഞാൽ അവൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതൊരു പഴയ വീടാണ്. അവിടെ എന്തിരിക്കാനാണ്? ആളുകൾ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതാകും. വണ്ടി റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള ടാർ ഇളകിയ റോഡിലേക്ക് പ്രവേശിച്ചു. 2 വശത്തും വലിയ റബ്ബർ മരങ്ങൾ നിൽക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം. വണ്ടി പതിയെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ നിറയെ കുഴികളാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ സുധി വണ്ടി ഒതുക്കി നിർത്തി. ഇനി മുന്നോട്ട് വണ്ടി പോകില്ല. ഗേറ്റിൻ്റെ അവിടെ റോഡ് മോശമാണ്. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് നടക്കാം, സുധി പറഞ്ഞു. ഞങ്ങൾ മൂവരും പുറത്തിറങ്ങി. സുധി ഡിക്കി തുറന്ന് ഒരു ബ്ലാക്ക് കളർ ബാഗ് എടുത്തു. അതിലൊരു കുപ്പിയും വെള്ളവും ഗ്ലാസുകളും മിക്സ്ചറും ഒക്കെയുണ്ട്. അവൻ വണ്ടി ലോക്ക് ചെയ്തു. പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. ആകാശത്ത് അല്പം പോലും നിലാവില്ല. എങ്ങും കനത്ത നിശബ്ദത. ചിവീടുകളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ഇടയ്ക്ക് എവിടെയോ ഒരു നായ കുരയ്ക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങൾ ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്തു. വിനോദിൻ്റെ തൊട്ടു പിന്നിലായി നടന്നു. സുധി മുന്നിലും. റോഡിൻ്റെ ഇരുവശത്തു നിന്നും കാട്ടുചെടികൾ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അതിൽ തട്ടി എൻ്റെ പാൻസ് നനഞ്ഞു. മഞ്ഞ് വീണു തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഒരു 5 മിനിറ്റ് നടന്നപ്പോൾ ഞങ്ങൾ ആ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിലെത്തി. ഗേറ്റ് പാതി തുറന്നു കിടക്കുകയാണ്. അതിൽ നിറയെ തുരുമ്പെടുത്തിട്ടുണ്ട്. ഗേറ്റിന് മുന്നിലായി വലിയൊരു ആൽമരം നിൽപ്പുണ്ട്. അതിൻ്റെ വേരുകൾ മതിലിലൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വാ. സുധി മുന്നോട്ട് നടന്നു. ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ തന്നെ ചുറ്റുപാടും മാറി. കാലിനടിയിൽ ഉണങ്ങിയ കരിയിലകൾ പൊടിയുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. മുറ്റം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. വലിയ മരങ്ങൾ വീടിനെ മറച്ചു നിൽക്കുന്നു. പകൽ സമയത്ത് പോലും ഇവിടെ നല്ല ഇരുട്ടായിരിക്കും. ഞങ്ങൾ ഫോണിൻ്റെ വെളിച്ചം മുന്നോട്ടടിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ ആ വലിയ മന ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. പഴയതരം ഓടിട്ട വീട്. വലിയ തൂണുകളുള്ള പൂമുഖം. ഭിത്തിയിലെ തേപ്പൊക്കെ അടർന്നു വീണിട്ടുണ്ട്. ജനലുകളുടെ കമ്പികളിൽ മാറാല കെട്ടിക്കിടക്കുന്നു. ഇവിടെ ഇരുന്നാൽ മതി, സുധി പൂമുഖത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ഞാനും വിനോദും അവന് പിന്നാലെ കയറി. പഴയ മരത്തിൻ്റെ പടികൾ. അതിൽ ചവിട്ടുമ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കാം. പൂമുഖത്ത് വലിയൊരു തടിബെഞ്ച് കിടപ്പുണ്ട്. അതിൽ നിറയെ പൊടിയാണ്. ഇവിടെ വേണ്ടടാ, വിനോദ് പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാൽ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിയാൽ കാണും. അവൻ പറഞ്ഞത് ശരിയാണ്. ആരെങ്കിലും ആ വഴി വന്നാൽ ടോർച്ചടിച്ചാൽ ഞങ്ങളെ കാണാം. എന്നാൽ നമുക്കകത്ത് കയറാം, സുധി പറഞ്ഞു. അവൻ പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അകത്തോട്ടോ? അത് വേണ്ടടാ, അത് പൂട്ടിയിരിക്കുകയാകും, അവൻ പറഞ്ഞു. സുധി വാതിലിൻ്റെ പിടിയിൽ പിടിച്ച് ഒന്ന് അമർത്തിത്തള്ളി. വലിയൊരു കരകര ശബ്ദത്തോടെ ആ ചിതലെടുത്ത വാതിൽ തുറന്നു വന്നു. അത് പൂട്ടിയിരുന്നില്ല. കേടുവന്നതുകൊണ്ടാകാം. പകുതി അടഞ്ഞാണ് അത് കിടന്നിരുന്നത്. അകത്തേക്ക് ടോർച്ചടിച്ചപ്പോൾ കനത്ത ഇരുട്ട് മാത്രം. വാതിൽ തുറന്നപ്പോൾ തന്നെ മൂക്കിലേക്ക് അടിച്ചു കയറിയത് വവ്വാലിൻ്റെ കാഷ്ടത്തിൻ്റെയും പഴയ തടിയുടെയും രൂക്ഷഗന്ധമാണ്. ഒപ്പം വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയിലെ വായുസഞ്ചാരമില്ലാത്ത മണവും. എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, വാടാ. സുധി അകത്തേക്ക് കയറി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിനോദൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. അവൻ്റെ കൈകൾ തണുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ പതിയെ അകത്തേക്ക് കയറി. വലിയൊരു ഹാളാണത്. നടുമുറ്റം കാണാം. അവിടെ മുകളിൽ ഗ്രില്ലിട്ടിട്ടുണ്ട്. അതിലൂടെ ആകാശത്തേക്ക് നോക്കിയാൽ ഇരുട്ടു മാത്രം. തറയിൽ പഴയതരം ചുവന്ന ടൈൽസാണ്. അതിൽ മുഴുവൻ പൊടിയും ഉണങ്ങിയ ഇലകളും വവ്വാലിൻ്റെ കാഷ്ടവും വീണ് കിടപ്പുണ്ട്. മൂലയിൽ കുറച്ച് പഴയ ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കാം, സുധി ഹാളിൻ്റെ നടുവിലായിരുന്നു. അവൻ ബാഗിൽ നിന്ന് സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. 3 ഗ്ലാസുകൾ തറയിൽ വെച്ചു. ഫോണിൻ്റെ ടോർച്ച് വെളിച്ചം മേൽപോട്ടാക്കി ഒരു കുപ്പിയുടെ മുകളിൽ വെച്ചു. ഇപ്പോൾ ആ മുറിയിൽ ചെറിയൊരു വെളിച്ചമുണ്ട്. ഞങ്ങളുടെ 3 പേരുടെയും വലിയ നിഴലുകൾ ഭിത്തിയിൽ വീണ് കിടന്നു. അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നി. എന്തായാലും ഇത്രയും റിസ്ക് എടുത്തു വന്നതല്ലേ, അടിപൊളിയാക്കാം. സുധി കുപ്പി പൊട്ടിച്ചു. അവൻ ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നു. കുറച്ച് വെള്ളവും ഒഴിച്ചു. ഞങ്ങൾ ഗ്ലാസുകൾ കയ്യിലെടുത്തു. ചിയേഴ്സ്, സുധി പറഞ്ഞു. ഞങ്ങൾ ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ചു. ആദ്യത്തെ സിപ്പ് കുടിച്ചപ്പോൾ തൊണ്ടയിലൂടെ ഒരു ചൂടിറങ്ങിപ്പോകുന്നത് ഞാൻ അറിഞ്ഞു. അതാ അന്തരീക്ഷത്തിലെ തണുപ്പിന് ചെറിയൊരു ആശ്വാസമായിരുന്നു. സുധി ഗൾഫിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവിടുത്തെ ജോലി, കൂട്ടുകാർ, റൂമിലെ വിശേഷങ്ങൾ. അവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ വീട്ടിലായിരുന്നു. വിനോദും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അവനിടയ്ക്കിടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ആ വലിയ വീട്ടിൽ ഞങ്ങളുടെ ശബ്ദം മുഴങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും പുറത്തുനിന്നൊരു ശബ്ദവും കേൾക്കാനില്ല. വല്ലാത്തൊരു നിശബ്ദത. രണ്ടാമത്തെ പെഗ്ഗൊഴിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായി ആ തോന്നലുണ്ടായത്. പെട്ടെന്ന് മുറിയിലെ വായുവിന് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ. എനിക്ക് ചുറ്റും വളരെ നേർത്ത ഒരു തണുപ്പ് പടരുന്നതായി എനിക്ക് തോന്നി. അത് പുറത്തുനിന്നുള്ള കാറ്റായിരുന്നില്ല. വാതിലുകൾക്കപ്പുറം കാറ്റടിക്കുന്ന ശബ്ദമേ ഇല്ലായിരുന്നു. ആ തണുപ്പ് എൻ്റെ കാലുകളിൽ നിന്ന് മുകളിലേക്ക് കയറുന്നത് പോലെ. ഞാൻ വിനോദിനെ നോക്കി.
അവനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവൻ തൻ്റെ ഷർട്ടിൻ്റെ കോളർ ഒന്നുകൂടി വലിച്ചിട്ടു. എന്താടാ ഒരു തണുപ്പ്? വിനോദ് ചോദിച്ചു. അത് കാറ്റടിക്കുന്നതാടാ, പഴയ വീടല്ലേ, എവിടെയെങ്കിലും ഓട്ടയുണ്ടാകും, സുധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഒരു പിടി മിക്സ്ചർ വാരി വായിലേക്കിട്ടു. ഞാൻ ചുറ്റും നോക്കി. വലിയ ജനലുകളെല്ലാം അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് കാറ്റ് വരുന്നത്? കുറച്ച് സമയം കൂടി കഴിഞ്ഞു. സുധി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവനെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. വളരെ നേർത്ത ഒരു ശബ്ദം. ഹാളിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ഇരുണ്ട ഇടനാഴിയിൽ നിന്നാണ് അത് വന്നത്. ആരോ പഴയ തറയിലൂടെ ചെരുപ്പിടാതെ നടക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. എന്തോ ഉരയുന്നത് പോലെ. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ സംസാരം നിർത്തി ആ ഭാഗത്തേക്ക് നോക്കി. ഫോണിൻ്റെ വെളിച്ചം അവിടേക്ക് എത്തുന്നില്ല. കനത്ത ഇരുട്ട് മാത്രം. നിങ്ങളത് കേട്ടോ? ഞാൻ വളരെ പതുക്കെ ചോദിച്ചു. എന്ത്? സുധി എന്നെ നോക്കി. എന്തോ ഒരു ശബ്ദം അവിടെ നിന്ന്. ഞാൻ കൈ ചൂണ്ടി. സുധി ഒന്ന് ചിരിച്ചു. എടാ പേടിത്തോണ്ടാ, അതുമല്ല എലിയോ പെരിച്ചഴിയോ ആയിരിക്കും. നീ ഇത്ര പെട്ടെന്ന് പേടിച്ചോ? അല്ല സുധി, അത് എലിയുടെ ശബ്ദമല്ല, ആരോ നടക്കുന്നത് പോലെ, വിനോദും പറഞ്ഞു. അവൻ്റെ ശബ്ദം ഇപ്പോൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടിനും വെളിവില്ലേ? സുധി ഫോൺ എടുത്തു. അവൻ അതിൻ്റെ ടോർച്ച് ആ ഇടനാഴിയിലേക്ക് അടിച്ചു. വെളിച്ചം ആ ഇരുണ്ട ഭാഗത്തേക്ക് വീണു. അവിടെ ആരുമില്ലായിരുന്നു. പൊടി പിടിച്ച തറയും പഴയ ഭിത്തികളും മാത്രം. ഭിത്തിയിൽ ഒരു പഴയ ഫോട്ടോ തൂങ്ങിക്കിടപ്പുണ്ട്. അതിലെ രൂപം വ്യക്തമല്ല. കണ്ടോ, ആരുമില്ല. നിൻ്റെയൊക്കെ ഒരു തോന്നലാണ്. സുധി ഫോൺ തിരികെ വെച്ചു. അവൻ വീണ്ടും മദ്യം പകർന്നു. പക്ഷേ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല. എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. എനിക്കുറപ്പായിരുന്നു ഞാൻ കേട്ടത് എലിയുടെ ശബ്ദമല്ല എന്ന്. വളരെ വ്യക്തമായ കാൽവെപ്പുകളായിരുന്നു അത്. ഞാൻ ഗ്ലാസ് താഴെ വെച്ചു. വിനോദും കുടിക്കുന്നത് നിർത്തിയിരുന്നു. അവൻ കാലുകൾ അടുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഗന്ധം വന്നത്. വളരെ പെട്ടെന്നാണ് ആ മാറ്റമുണ്ടായത്. അതുവരെ ഉണ്ടായിരുന്ന വവ്വാലിൻ്റെ കാഷ്ടത്തിൻ്റെയും പഴയ തടിയുടെയും മണം പെട്ടെന്നില്ലാതായി. പകരം വളരെ മധുരമുള്ള എന്നാൽ രൂക്ഷമായൊരു ഗന്ധം. പഴയ കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന അത്തറിൻ്റെയോ കളഭത്തിൻ്റെയോ ഒക്കെ പോലെയുള്ള ഒരു മണം. അത് ആ മുറി മുഴുവൻ നിറയുന്നതായി എനിക്ക് തോന്നി. ഞാൻ ശ്വാസം ഉള്ളിലേക്കെടുത്തു. സംശയമില്ല, അത് അത്തറിൻ്റെ മണം തന്നെയാണ്. ഇത്രയും കാലം പൂട്ടിയിട്ട പൊടി പിടിച്ച ഈ വീട്ടിൽ എവിടെ നിന്നാണ് ഈ മണം? ഞാൻ വിനോദിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചിരുന്നു. അവൻ എന്നെ നോക്കി തലയാട്ടി. അവനും ആ മണം കിട്ടുന്നുണ്ട്. സുധി, ഞാൻ വിളിച്ചു. എൻ്റെ ശബ്ദം പതിയെയാണ് പുറത്തേക്ക് വന്നത്. എന്താടാ? സുധി എന്നെ നോക്കി. അവനും എന്തോ അസ്വാഭാവികത തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് അവൻ്റെ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലായി. അവൻ ചുറ്റും മണത്തു നോക്കി. ഇതെന്താ ഒരു മണം? അവൻ ചോദിച്ചു. എനിക്കറിയില്ല, വിനോദ് പറഞ്ഞു. നമുക്ക് പോകാം സുധി, എനിക്ക് പേടിയാകുന്നു. നിൽക്ക്. സുധി പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ ഫോൺ കയ്യിലെടുത്തു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട സുധി, നമുക്ക് പോകാം പ്ലീസ്. ഞാൻ അവനെ തടയാൻ നോക്കി. പക്ഷെ അവൻ കേട്ടില്ല. അവൻ ടോർച്ച് ഓൺ ചെയ്ത് ആ ഇടനാഴിയിലേക്ക് നടന്നു. ഞാനും വിനോദും അവിടെ തന്നെ ഇരുന്നു. എൻ്റെ നെഞ്ചിടിപ്പിപ്പോൾ എനിക്ക് തന്നെ കേൾക്കാം. സുധി ഇടനാഴിയിലേക്ക് കയറി. അവൻ്റെ ഫോണിൻ്റെ വെളിച്ചം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ എങ്ങും ആരുമില്ലടാ, വല്ല പഴയ കുപ്പിയും പൊട്ടിയതാകും, സുധി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ തിരികെ നടന്നു വരാൻ തുടങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. സുധിക്ക് പിന്നിലായി ആ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് വെളിച്ചമെത്താത്ത ആ ഇരുട്ടിൽ 2 കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം മാത്രം. ടോർച്ചിൻ്റെ വെളിച്ചം എവിടെയോ തട്ടി പ്രതിഫലിച്ചതാണെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പക്ഷേ അല്ല, അത് മനുഷ്യൻ്റെ കണ്ണുകൾ തന്നെയായിരുന്നു. വളരെ വിളറിയ ജീവനില്ലാത്ത 2 കണ്ണുകൾ. സുധി, ഓടി വാടാ, ഞാൻ അലറി വിളിച്ചു. എൻ്റെ ശബ്ദം കേട്ട് സുധി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൻ്റെ ഫോണിലെ വെളിച്ചം ആ ഇരുട്ടിലേക്ക് വീണു. അവിടെ ആരുമില്ലായിരുന്നു. പക്ഷെ ആ നിമിഷം ഞങ്ങൾ 3 പേരും വ്യക്തമായി ഒരു ശബ്ദം കേട്ടു.
സുധിയുടെ തൊട്ടുപിന്നിൽ നിന്ന് വളരെ അടുത്തായി ആരോ പതുക്കെ ചിരിക്കുന്ന ശബ്ദം. ഒരു സ്ത്രീയുടെ നേർത്ത ചിരി. ആ ചിരി ആ പഴയ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ചിരി കേട്ടതും എൻ്റെ രക്തം തണുത്തുറഞ്ഞുപോയി. അത് വെറും ഒരു തോന്നലായിരുന്നില്ല. ഞങ്ങൾ 3 പേരും അത് വ്യക്തമായി കേട്ടു. ഒരു സ്ത്രീയുടെ ചിരി, വളരെ നേർത്ത എന്നാൽ വ്യക്തമായ ശബ്ദം. അത് വന്നത് സുധിയുടെ തൊട്ടുപിന്നിൽ നിന്നായിരുന്നു, വെറും ഒരടി ദൂരത്തിൽ നിന്ന്. സുധി അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവൻ തിരിഞ്ഞു നോക്കാൻ പോലും ഭയപ്പെട്ടു. എൻ്റെ തൊണ്ട വറ്റി വരണ്ടിരുന്നു. വിനോദ് ഒരു പ്രതിമ പോലെ ഇരിക്കുകയാണ്. അവൻ ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും എനിക്ക് കേൾക്കാമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി. ആ ചിരിയുടെ പ്രതിധ്വനി ആ പഴയ ഭിത്തികളിൽ തട്ടി ഇല്ലാതായി. വീണ്ടും കനത്ത നിശബ്ദത. ആരാ? സുധി ചോദിച്ചു. അവൻ്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗൾഫിലെ കഥകൾ പറഞ്ഞിരുന്ന ആ ധൈര്യമൊന്നും ഇപ്പോൾ അവനില്ല. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കയ്യിലെ ഫോണിൻ്റെ വെളിച്ചം അവിടെ വീണു. ആ ഇരുണ്ട ഇടനാഴിയിൽ ആരുമില്ല. അവിടെയുള്ള പൊടി പിടിച്ച തറയും പഴയൊരു അലമാരയും മാത്രം കാണാം. ആരാ അവിടെ? സുധി ഒന്നുകൂടെ ഉറക്കെ ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. പുറത്ത് ചിവീടുകൾ പോലും നിശബ്ദമായി. വല്ലാത്തൊരു മൂകത ആ വീടിനെ പൊതിഞ്ഞു. ആ അത്തറിൻ്റെ ഗന്ധം ഇപ്പോഴും അവിടെ തളം കെട്ടി നിൽപ്പുണ്ട്. എൻ്റെ തലയ്ക്ക് ചെറിയൊരു ഭാരം തോന്നി തുടങ്ങി. ആ മണം ശ്വസിക്കും തോറും എനിക്കെന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. സുധി, വാടാ, നമുക്ക് പോകാം, വിനോദ് കരയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കാലുകൾ വിറയ്ക്കുന്നതുകൊണ്ട് അവന് നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ തറയിൽ തന്നെ ഇരുന്നു. എടാ, അതാരോ നമ്മളെ പറ്റിക്കുന്നതാ. സുധി ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. നാട്ടുകാരിൽ ആരെങ്കിലും നമ്മളിങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുണ്ടാകും. അവന്മാർ നമ്മളെ പേടിപ്പിക്കാൻ. സുധി, നീ നിർത്ത്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഏത് നാട്ടുകാരനാടാ ഈ ഇരുട്ടത്ത് വന്ന് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ ചിരിക്കുന്നത്? അതും നിന്റെ തൊട്ടു പിന്നിൽ നിന്ന്. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണില്ലേ? നീ ടോർച്ചടിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ ചോദ്യത്തിനു മുന്നിൽ അവന് മറുപടിയില്ലായിരുന്നു. അവൻ വേഗം നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖം വിളറിയിരുന്നു. നെറ്റിയിൽ വിയർപ്പു കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട്. ഈ തണുപ്പിലും അവൻ വിയർക്കുകയാണ്. ബാഗെടുക്ക് വേഗം, സുധി പറഞ്ഞു. അവൻ കുനിഞ്ഞ് കുപ്പിയും ഗ്ലാസും ബാഗിലേക്ക് തിരുകാൻ തുടങ്ങി. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം ആ വലിയ മുറിയിൽ വല്ലാതെ മുഴങ്ങിക്കേട്ടു. എനിക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ ദേഷ്യം വന്നു. ആരെങ്കിലും അത് കേട്ട് ഇങ്ങോട്ട് വരുമോ എന്ന് ഞാൻ ഭയന്നു. മനുഷ്യരല്ല, മറ്റെന്തെങ്കിലും. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഫോണിലെ ടോർച്ച് ചുറ്റുമടിച്ചു. എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. എങ്ങും കനത്ത ഇരുട്ട്. മതി, വാ പോകാം, ഞാൻ പറഞ്ഞു. വിനോദ് എങ്ങനെയോ നിലത്തു നിന്ന് എഴുന്നേറ്റ് എൻ്റെ പിന്നിലായി നിന്നു. അവൻ എൻ്റെ ഷർട്ടിൻ്റെ പിന്നിൽ മുറുകെ പിടിച്ചിരുന്നു. എനിക്കും പേടിയുണ്ടായിരുന്നു. എങ്കിലും അവനെ കൂടുതൽ പേടിപ്പിക്കണ്ട എന്ന് കരുതി ഞാനത് പുറത്തു കാണിച്ചില്ല. ഞാൻ കണ്ടതും കേട്ടതുമൊക്കെ യാഥാർത്ഥ്യമാണ്. സുധി ബാഗിൻ്റെ സിപ്പ് വലിച്ചടച്ചു. നടക്ക്, അവൻ പറഞ്ഞു. അവൻ മുന്നിൽ നടന്നു. ഞാനും വിനോദും അവന് പിന്നാലെ. ഞങ്ങൾ വന്ന വഴിയിലൂടെ തിരികെ നടക്കാൻ തുടങ്ങി. ഹാളിൻ്റെ നടുവിലൂടെ പൂമുഖത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി. എവിടെയെങ്കിലും തട്ടി വീഴാതിരിക്കാൻ ടോർച്ചുകളുടെ വെളിച്ചം തറയിലേക്ക് അടിച്ചു തന്നെയാണ് ഞങ്ങൾ നടന്നത്. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ ആ കാഴ്ച കണ്ടത്. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. കാലുകൾ നിലത്തുറച്ചുപോയി. ഞാൻ നിൽപ്പ് നിൽക്കുന്നത് കണ്ട് വിനോദ് എൻ്റെ പുറത്തു വന്നിടിച്ചു. എന്താടാ, എന്താ നിൽക്കുന്നത്? വിനോദ് പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം തറയിൽ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഞാൻ സ്ഥിരമാക്കി നിർത്തി. ഞാനത് ശ്രദ്ധിച്ചു നോക്കി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വാസം വരുന്നില്ല. സുധി തിരിഞ്ഞു നോക്കി. എന്താടാ പ്രശ്നം? വാ, പെട്ടെന്നിറങ്ങാം. സുധി, അവിടെ നോക്ക്. ഞാൻ തറയിലേക്ക് വിരൽ ചൂണ്ടി. സുധി അവൻ്റെ ടോർച്ച് അങ്ങോട്ടേക്ക് അടിച്ചു. വിനോദും നോക്കി. തറയിൽ നിറയെ പൊടിയാണ്. ഞങ്ങൾ നടന്നു വന്ന കാൽപ്പാടുകൾ അതിൽ വ്യക്തമായി കാണാം. സുധിയുടെ ഷൂസിൻ്റെ പാട്, എൻ്റെയും വിനോദിൻ്റെയും ചെരുപ്പിൻ്റെ പാടുകൾ. അത് പൂമുഖത്ത് നിന്ന് ഞങ്ങളിരുന്ന ഭാഗത്തേക്ക് വന്നിരുന്ന പാടുകളാണ്. പക്ഷെ അതിന് കുറച്ചു മാറിയായി
വേറെ ചില കാൽപ്പാടുകളുണ്ടായിരുന്നു. ചെറിയ കാൽപ്പാടുകൾ, ഷൂസോ ചെരുപ്പോ ഇല്ലാത്ത നഗ്നപാദങ്ങളുടെ അടയാളങ്ങൾ. വിരലുകളുടെ പാടുകൾ വരെ ആ പൊടിയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ കാലുകളേക്കാൾ അല്പം ചെറുത്, ഒരു സ്ത്രീയുടെ കാലുകൾ പോലെയുണ്ട്. ഏറ്റവും ഭയാനകമായ കാര്യം അതായിരുന്നില്ല. ആ കാൽപ്പാടുകൾ വന്നിരുന്നത് ആ ഇരുണ്ട ഇടനാഴിയിൽ നിന്നാണ്. അത് വന്നവസാനിക്കുന്നത് സുധി ഇരുന്ന സ്ഥലത്തിന് കൃത്യം പിന്നിലാണ്. അതായത് ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ആ ഇടനാഴിയിൽ നിന്ന് ആരോ നടന്നു വന്ന് സുധിയുടെ പിന്നിൽ നിന്നിരുന്നു. ആ ചിരി കേട്ടത് അവിടെ നിന്നാണ്. പിന്നെ ആ കാൽപ്പാടുകൾ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ നിൽക്കുകയാണ്. ആ പാടുകൾക്ക് മുകളിൽ പുതിയ പൊടി വീണിട്ടില്ല, അതിപ്പോൾ ഉണ്ടായതാണ്. വിനോദ് പേടിച്ച് വിതുമ്പാൻ തുടങ്ങി. അവൻ എൻ്റെ തോളിലേക്ക് വീണു. അവന് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. സുധിയുടെ കയ്യിൽ നിന്ന് ബാഗ് താഴെ വീണു. അവൻ ആ കാൽപ്പാടുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ മുഖത്തെ പേടി എനിക്ക് ആ വെളിച്ചത്തിൽ കാണാമായിരുന്നു. അവനൊന്നും മിണ്ടുന്നില്ല. അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. സുധി, വാടാ. ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവനൊരു യന്ത്രം പോലെ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ബാഗ് അവിടെ കിടന്നു. അതെടുക്കാൻ ആർക്കും തോന്നിയില്ല. ഈ വീടിന് പുറത്ത് കടക്കണം, അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞങ്ങൾ വേഗത്തിൽ നടന്നു. പൂമുഖത്തെ വാതിൽ എനിക്ക് കാണാം. അത് ഞങ്ങൾ കയറിയപ്പോൾ ഉണ്ടായിരുന്നതുപോലെ പകുതി തുറന്നു കിടക്കുകയാണ്. പുറത്തെ ഇരുട്ട് അതിലൂടെ കാണാം. കുറച്ചുകൂടി നടന്നാൽ പുറത്തെത്താം. പെട്ടെന്നാണ് കാറ്റ് വീശിയത്. പുറത്ത് കാറ്റുണ്ടായിരുന്നില്ല, പക്ഷേ ആ ഹാളിനുള്ളിൽ പെട്ടെന്ന് വലിയൊരു കാറ്റ് വീശി. ആ കാറ്റിന് ഐസിൻ്റെ തണുപ്പായിരുന്നു. എൻ്റെ ശരീരം ആകെ വിറച്ചു. ആ കാറ്റിനൊപ്പം ആ പഴയ അത്തറിൻ്റെ ഗന്ധം വീണ്ടും ശക്തമായി വന്നു. ഇത്തവണ അത് വളരെ രൂക്ഷമായിരുന്നു. എൻ്റെ മൂക്കിലേക്ക് അത് അടിച്ചു കയറി. എനിക്ക് ചുമ വന്നു. വലിയൊരു ശബ്ദം കേട്ട് ഞങ്ങൾ മൂവരും ഞെട്ടി നിന്നു. ഹാളിൻ്റെ വലതുവശത്തുള്ള ഒരു പഴയ മരജനൽ വലിയ ശക്തിയിൽ അടഞ്ഞതാണ്. അത് കാറ്റിൻ്റെ ശക്തിയിലാണോ അതോ മറ്റാരെങ്കിലും വലിച്ചടച്ചതാണോ എന്ന് എനിക്കറിയില്ല. ആ ശബ്ദം ആ വീട്ടിൽ മുഴുവൻ മുഴങ്ങി. എൻ്റെ ഹൃദയം വാരിയലുകൾ തകർത്ത് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വിനോദിൻ്റെ കൈ മുറുകെ പിടിച്ചു. സുധി എന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ പച്ചയായ ഭയമായിരുന്നു. കാറ്റ് പെട്ടെന്ന് നിന്നു. വീണ്ടും പഴയ നിശബ്ദത. ഞങ്ങൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അപ്പോഴാണ് ഞാൻ ആ പുതിയ ശബ്ദം കേട്ടത്. ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദം. ഞങ്ങൾ 3 പേരും ഭയം കാരണം കിതയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ ശബ്ദം അതല്ല. വളരെ താളത്തിൽ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശബ്ദം. ഞാൻ ചെവി കൂർപ്പിച്ചു. അതെവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചുറ്റും നോക്കി. ആ ശബ്ദം വരുന്നത് വിനോദിൻ്റെ തൊട്ടു പിന്നിൽ നിന്നായിരുന്നു. എൻ്റെ പുറകിൽ നിൽക്കുന്ന വിനോദിൻ്റെ പുറകിൽ. വിനോദിനും അത് മനസ്സിലായി. അവൻ എൻ്റെ കയ്യിൽ പിടിച്ച പിടിമുറുകി. അവൻ്റെ നഖങ്ങൾ എൻ്റെ മാംസത്തിലാഴ്ന്നു. അവൻ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ഓടിക്കോ, ഞാൻ പതിയെ പറഞ്ഞു. അടുത്ത നിമിഷം ഞങ്ങൾ ഓടുകയായിരുന്നു. വിനോദ് എന്നെ തള്ളിമാറ്റി മുന്നോട്ട് കുതിച്ചു. ഞാനും സുധിയും അവന് പിന്നാലെ. ഇരുട്ടിലൂടെ ഫോണിൻ്റെ വെളിച്ചം മാത്രം ആശ്രയിച്ച് ഞങ്ങൾ വാതിലിനടുത്തേക്ക് ഓടി. എൻ്റെ കാലുകൾ തറയിൽ തട്ടുന്നുണ്ടോ എന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. വിനോദ് വാതിലിനടുത്തെത്തി. അവൻ പുറത്തേക്ക് കടക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് ആ വലിയ മരവാതിൽ അവന് മുഖത്തിന് നേരെ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. ഞങ്ങൾ മൂവരും ആ വാതിലിൽ ചെന്നിടിച്ചു നിന്നു. വിനോദ് ആ വാതിലിൻ്റെ പിടിയിൽ പിടിച്ചു വലിച്ചു. അത് തുറക്കുന്നില്ല. അവൻ സർവ്വശക്തിയുമെടുത്ത് വലിച്ചു നോക്കി. ഇല്ല. തുറക്കടാ, സുധി അലറി. അവൻ വാതിലിൽ ആഞ്ഞു ചവിട്ടി. ഞാനും അവനോടൊപ്പം വാതിലിൽ തള്ളി നോക്കി. പക്ഷെ അതനങ്ങിയില്ല. പുറത്തുനിന്ന് ആരോ വലിയ ഇരുമ്പ് കുറ്റിയിട്ട് പൂട്ടിയതുപോലെ ആ വാതിലവിടെ ഉറച്ചു നിന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ പകുതി തുറന്നു കിടന്ന വാതിലാണ്. ഈ ഗ്രാമത്തിൽ ഈ പാതിരാത്രിയിൽ ആരാണ് പുറത്തുനിന്ന് ഈ വാതിൽ പൂട്ടുക? ഞങ്ങൾ പരസ്പരം നോക്കി. ഞങ്ങളുടെ 3 പേരുടെയും ഫോണിൻ്റെ വെളിച്ചം ആ വാതിലിൽ വീണ് കിടപ്പുണ്ട്. ഞങ്ങൾ മൂവരും ഇപ്പോൾ ആ വലിയ ഹാളിനുള്ളിൽ ആ കനത്ത ഇരുട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. പുറകിൽ നിന്ന് വീണ്ടും ആ താളത്തിലുള്ള ശ്വാസോച്ഛ്വാസം കേൾക്കാൻ തുടങ്ങി. ഇത്തവണ അത് കുറച്ചുകൂടി അടുത്തായിരുന്നു.
ഒപ്പം തറയിലൂടെ ഉണങ്ങിയ ഇലകൾ വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള നേർത്ത ശബ്ദവും. ഞാൻ വാതിലിൽ ചാരി നിന്നു. എൻ്റെ കണ്ണുകൾ ഇരുട്ടിലേക്ക് തുറന്നു വെച്ചു. വിയർപ്പ് എൻ്റെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ശ്രുതി വാതിലിൽ വീണ്ടും വീണ്ടും ഇടിച്ചുകൊണ്ടിരുന്നു. വിനോദ് തറയിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ആ വലിയ വീടിൻ്റെ ഇരുട്ടിൽ നിന്ന് എന്തോ ഒന്ന് ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശ്രുതി ഭ്രാന്തനെ പോലെ ആ വലിയ തടിവാതിലിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ ഓരോ ചവിട്ടിലും ആ പഴയ വാതിൽ കട്ടള കുലുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ വാതിൽ മാത്രം ഒരിഞ്ച് പോലും അനങ്ങിയില്ല. എൻ്റെ നെഞ്ചിടിപ്പ് ചെവികളിൽ വലിയ പെരുമ്പറ മുഴങ്ങുന്നത് പോലെ ഞാൻ അറിഞ്ഞു. തുറക്കടാ, ആരെങ്കിലും ഇതൊന്ന് തുറക്ക്. ശ്രുതി അലറുന്നുണ്ട്. അവൻ്റെ ശബ്ദം ആ വലിയ ഹാളിൻ്റെ ഇരുട്ടിൽ തട്ടിച്ചിതറി. ആ പഴയ ഭിത്തികൾ അവൻ്റെ അലർച്ചയെ ഇരട്ടിയാക്കി തിരികെ തന്നു. ശ്രുതി, നിർത്ത്, വാതിൽ തുറക്കില്ല. ഞാൻ അവൻ്റെ തോളിൽ പിടിച്ചു വലിച്ചു. അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലെ ഫോൺ താഴെ വീണ് കിടപ്പുണ്ട്. അതിൻ്റെ വെളിച്ചം വാതിലിൻ്റെ വിടവിലേക്ക് അടിച്ചു നിൽക്കുകയാണ്. ആരോ പുറത്തുനിന്ന് പൂട്ടിയതാടാ, ഏതോ നായിൻ്റെ മോൻ, ശ്രുതി കിതപ്പോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ പേടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവൻ വിറയ്ക്കുന്നുണ്ട്. ഞാൻ താഴെ വീണ അവൻ്റെ ഫോൺ എടുത്തു. എൻ്റെ ഫോണിലെ വെളിച്ചം ഞാൻ ആ ഹാളിൻ്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു. ആ നേർത്ത താളത്തിലുള്ള ശ്വാസോച്ഛ്വാസം ഇപ്പോൾ കേൾക്കാനില്ല. ആ ഇലകൾ വലിച്ചിഴയ്ക്കുന്ന ശബ്ദവും നിന്നിരിക്കുന്നു. വീണ്ടും ആ ഭയാനകമായ നിശബ്ദത വീടിനെ വിഴുങ്ങി. പക്ഷേ ആ അത്തറിൻ്റെ ഗന്ധം അവിടെ തളം കെട്ടി നിന്നു. അത് മുൻപത്തേക്കാൾ രൂക്ഷമായി എൻ്റെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറി. എനിക്ക് ഓക്കാനം വന്നു. വയറ്റിൽ നിന്ന് എന്തോ ഒന്ന് മുകളിലേക്ക് തള്ളി വരുന്നത് പോലെ. ഞാൻ താഴേക്ക് നോക്കി. വിനോദ് തറയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അവൻ 2 കൈകൊണ്ടും ചെവികൾ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ശരീരം വിറയ്ക്കുന്നത് എനിക്ക് ആ വെളിച്ചത്തിൽ കാണാം. അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. എനിക്കത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. വിനോദേ, എഴുന്നേൽക്കടാ. ഞാൻ കുനിഞ്ഞവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ കൈകൾ ഐസ് കട്ട പോലെ തണുത്തിരുന്നു. അവനൊരു പ്രതികരണവുമില്ല. അവൻ കണ്ണുകൾ ഇറുകെ അടച്ചിരിക്കുകയാണ്. എടവനെ പിടിച്ചെഴുന്നേൽപ്പിക്കേ. ശ്രുതി എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ 2 പേരും കൂടി അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവൻ നിൽക്കാൻ പാടുപെട്ടു. അവൻ്റെ കാലുകൾക്ക് ഒട്ടും ബലമില്ലായിരുന്നു. അവൻ എൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. നമുക്ക് ചാവണ്ടടാ, എന്നെ വിട്, വിനോദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലടാ, നീ ധൈര്യമായിരിക്കെ, നമ്മൾ പുറത്ത് കടക്കും. ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ ശബ്ദത്തിലുള്ള ഭയം അവന് മനസ്സിലായിട്ടുണ്ടാകണം. ഇനി എന്തു ചെയ്യും? ശ്രുതി എന്നോട് ചോദിച്ചു. അവൻ്റെ മുഖത്ത് ആ പഴയ ഗൾഫുകാരൻ്റെ അഹങ്കാരമൊന്നുമില്ല. ജീവൻ വേണമെന്നുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ ഭയം മാത്രം. ഞാൻ ചുറ്റും നോക്കി. പ്രധാന വാതിൽ അടഞ്ഞു. ജനലുകളെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അത് തുറക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാം ഇരുമ്പ് കമ്പികളുള്ള പഴയ തരം ജനലുകളാണ്. ഇതൊരു പഴയ തറവാടല്ലേ ശ്രുതി? ഇതിന് വേറെയും വാതിലുകൾ കാണും. പിൻവശത്ത് അടുക്കളയുടെ അവിടെ ഒരു വലിയ വാതിലുണ്ടാകുമല്ലോ. അത് ചിലപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടതാകും. നമുക്കത് തുറക്കാം, ഞാൻ പറഞ്ഞു. ശ്രുതി കുറച്ചു നേരം ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. അവിടേക്ക് പോകാൻ അവന് പേടിയുണ്ട്. എനിക്കും പേടിയുണ്ട്. ആ ഇരുണ്ട ഇടനാഴിയിലൂടെ വേണം അടുക്കള ഭാഗത്തേക്ക് പോകാൻ. അവിടെ നിന്നാണ് ആ കാൽപ്പാടുകൾ വന്നത്. അവിടെ നിന്നാണ് ആ ചിരി കേട്ടത്. പക്ഷേ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇവിടെ ഈ വാതിലിനടുത്ത് നിൽക്കുന്നത് അതിനേക്കാൾ അപകടമാണ്. ആ ഇരുട്ടിൽ നിന്ന് എന്താണ് ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്നതെന്ന് എനിക്കറിയില്ല. വാ, ഫോണിൻ്റെ ചാർജ് തീരുന്നതിന് മുമ്പ് നമുക്ക് പോകാം, ഞാൻ പറഞ്ഞു. എൻ്റെ ഫോണിൽ ഇനി 30% ചാർജ് മാത്രമേ ഉള്ളൂ. ശ്രുതിയുടെ ഫോണിലും കുറവാണ്. വിനോദിൻ്റെ ഫോൺ അവൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പോലുമില്ല. വെളിച്ചം പോയാൽ പിന്നെ ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ ജീവനോടെ പുറത്തു കടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ വിനോദിൻ്റെ ഒരു കൈ എൻ്റെ തോളിലൂടെ ഇട്ടു. ശ്രുതി അവൻ്റെ മറ്റേ കൈയും പിടിച്ചു. ഞങ്ങൾ മൂവരും ഒന്നിച്ച് ആ ഹാളിൻ്റെ നടുവിലൂടെ നടക്കാൻ തുടങ്ങി. ഓരോ ചൂട് വയ്ക്കുമ്പോഴും എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു.
തറയിലെ പൊടിയിൽ ഞങ്ങളുടെ കാൽപ്പാടുകൾ പതിഞ്ഞു. ഇടയ്ക്ക് ഞാൻ ആ പഴയ കാൽപ്പാടുകൾ നോക്കി. ആ സ്ത്രീയുടെ കാൽപ്പാടുകൾ. അവ അവിടെ തന്നെയുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ വേഗം കണ്ണുകൾ മാറ്റി. ഞങ്ങൾ നടുമുറ്റത്തിൻ്റെ അടുത്തേക്ക് നടന്നു. നടുമുറ്റത്തിന് മുകളിൽ ഇരുമ്പ് ഗ്രില്ലുകൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ ആകാശത്തെ നേരിയ വെളിച്ചം താഴേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ഇരുട്ടിനെ അകറ്റാൻ മാത്രം പോരായിരുന്നു. നടുമുറ്റത്തെ തറയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. മഴ പെയ്തിട്ട് നാളുകളായി. പിന്നെ എങ്ങനെ അവിടെ വെള്ളം വന്നു? ഞാൻ സൂക്ഷിച്ചു നോക്കി. അത് വെള്ളമല്ല, എന്തോ കറുത്ത ദ്രാവകമാണ്. അതിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ട്. ചീഞ്ഞ മാംസത്തിൻ്റെ മണം പോലെ. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. സുധിയും അത് കണ്ടു. അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവൻ്റെ മുഖഭാവം മാറിയത് ഞാൻ കണ്ടു. ഞങ്ങൾ ആ നടുമുറ്റത്തിൻ്റെ വശത്തുള്ള ഇടുങ്ങിയ വരാന്തയിലൂടെ നടന്നു. ഇനി ആ ഇരുണ്ട ഇടനാഴിയാണ്. അവിടെയാണ് അടുക്കളയിലേക്കുള്ള വഴി. ഇടനാഴിയുടെ തുടക്കത്തിൽ ഞങ്ങൾ നിന്നു. അങ്ങോട്ടേക്ക് നോക്കാൻ തന്നെ ഭയമാണ്. വെളിച്ചം പകുതി ദൂരം വരെയേ പോകുന്നുള്ളൂ. ബാക്കി കനത്ത ഇരുട്ടാണ്. ആ അത്തറിൻ്റെ ഗന്ധം ഇവിടെ വളരെ കൂടുതലാണ്. അവിടെ എവിടെയോ ആരോ നിൽപ്പുണ്ടെന്ന് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞു. സുധി, നീ ടോർച്ച് മുന്നിലേക്കടിക്കേ, ഞാൻ പതുക്കെ പറഞ്ഞു. സുധി വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ ഉയർത്തി. വെളിച്ചം ഇടനാഴിയിലേക്ക് വീണു. അവിടെ എങ്ങും ആരുമുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഭിത്തികൾ, അതിൽ മുഴുവൻ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. കരികൊണ്ടോ മറ്റോ. ഞങ്ങൾക്കത് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നടന്നു. വിനോദ് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അവനൊരു യന്ത്രം പോലെ ഞങ്ങളുടെ കൂടെ നടക്കുകയാണ്. അവൻ്റെ ശരീരഭാരം മുഴുവൻ എൻ്റെ തോളിലാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. സുധിയുടെ കയ്യിലിരുന്ന ഫോണിൻ്റെ വെളിച്ചം പെട്ടെന്ന് മിന്നി മറഞ്ഞു. ഒന്നോ രണ്ടോ തവണ മിന്നിയതിന് ശേഷം അത് പൂർണ്ണമായും അണഞ്ഞു. എന്താടാ, ഞാൻ ചോദിച്ചു. എൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായി പോയി. അറിയില്ലടാ, ഫോൺ ഓഫായി. ചാർജ് ഉണ്ടായിരുന്നതാണിതിൽ. സുധി പരിഭ്രാന്തിയോടെ ഫോണിൻ്റെ പവർ ബട്ടണിൽ അമർത്തിക്കൊണ്ടിരുന്നു. അത് ഓണാകുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ വെളിച്ചം മാത്രമാണ് ഞങ്ങൾക്ക് ഏക ആശ്രയം. ഞാനത് അല്പം കൂടി ഉയർത്തിപ്പിടിച്ചു. വെളിച്ചം കുറഞ്ഞതോടെ ആ ഇടനാഴി കൂടുതൽ ഭയാനകമായി മാറി. നിഴലുകൾ ഭിത്തിയിൽ രൂപങ്ങൾ മാറ്റി നൃത്തം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അഭിലാഷേ, ഒരു നേർത്ത വിളി. ഞാൻ പെട്ടെന്ന് നിന്നു. സുധിയും നിന്നു. എന്താ സുധി, ഞാൻ ചോദിച്ചു. ഞാനല്ല വിളിച്ചത്, സുധി ഭയത്തോടെ പറഞ്ഞു. എൻ്റെ രക്തം മരവിച്ചു. അത് സുധിയുടെ ശബ്ദമായിരുന്നില്ല, വിനോദിൻ്റേതുമല്ല. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. വളരെ നേർത്ത, വിഷാദം നിറഞ്ഞ ഒരു വിളി. എൻ്റെ തൊട്ടടുത്ത് നിന്ന്, എൻ്റെ ചെവിക്കരികിൽ നിന്ന്. ഞാൻ വിനോദിനെ നോക്കി. അവൻ കണ്ണുകൾ തുറച്ചു വെച്ച് മുന്നിലെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. വിനോദേ, ഞാൻ വിളിച്ചു. അവൻ കേട്ടില്ല. പെട്ടെന്ന് എൻ്റെ കഴുത്തിന് പിന്നിലൂടെ ഐസ് പോലെ തണുത്ത ഒരു കാറ്റ് കടന്നുപോയി. ആരോ എൻ്റെ തൊട്ടു പിന്നിൽ നിന്ന് എൻ്റെ കഴുത്തിലേക്ക് ഊതിയതുപോലെ. എൻ്റെ രോമങ്ങൾ എഴുന്നു നിന്നു. അടുത്ത നിമിഷം എൻ്റെ വലതു തോളിൽ ഒരു തണുത്ത സ്പർശനം ഞാൻ അറിഞ്ഞു. വളരെ നേർത്ത ഒരു സ്പർശനം. 3-4 തണുത്ത വിരലുകൾ എൻ്റെ തോളിലൂടെ പതുക്കെ ഉരസി താഴേക്ക് പോയി. ഒരു അലർച്ചയോടെ ഞാൻ തിരിഞ്ഞു നോക്കി. എൻ്റെ കയ്യിലെ ഫോൺ നിലത്ത് വീഴാൻ പോയി. ഞാൻ എങ്ങനെയോ അത് പിടിച്ചു നിർത്തി. വെളിച്ചം പിന്നിലേക്ക് അടിച്ചപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ശൂന്യമായ നടുമുറ്റം മാത്രം. എന്താടാ, എന്തു പറ്റി? സുധി എന്നെ പിടിച്ചു കുലുക്കി. ആരോ എന്നെ തൊട്ടു സുധി, ഞാൻ വിറയലോടെ പറഞ്ഞു. എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നെഞ്ച് വല്ലാതെ വേദനിക്കുന്നുണ്ട്. സുധി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ കള്ളം പറയുകയല്ല എന്ന് അവന് മനസ്സിലായി. അവൻ ചുറ്റും വെപ്രാളത്തോടെ നോക്കി. എന്തു ചെയ്യണമെന്ന് അവനും അറിയില്ലായിരുന്നു. വാ, പെട്ടെന്ന് പോകാം. ഞാൻ വിനോദിനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇനി ഒരൊറ്റ നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. ആ തണുത്ത വിരലുകളുടെ സ്പർശനം എൻ്റെ തോളിൽ ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതെൻ്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുപോലെ. ഞങ്ങൾ ആ ഇടനാഴി കടന്നു. മുന്നിൽ വലിയൊരു മുറിയാണ്. ഒരു പക്ഷേ ഊണുമുറിയാകാം. അതിനപ്പുറത്താണ് അടുക്കള.
ഊണുമുറിയിൽ വലിയൊരു തടിമേശ കിടപ്പുണ്ട്. അതിനു ചുറ്റും പൊടി പിടിച്ച കസാരകൾ. ഞങ്ങൾ ആ മേശയ്ക്കരികിലൂടെ നടന്നു. പെട്ടെന്ന് എൻ്റെ ഫോണിൻ്റെ വെളിച്ചത്തിൽ മേശയുടെ മുകളിൽ ഒരു സാധനം തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒരു നിമിഷം നിന്നു. വെളിച്ചം അങ്ങോട്ട് കൃത്യമായി അടിച്ചു. അതൊരു പഴയ നിലവിളക്കാണ്. ചെറിയൊരു പിത്തള വിളക്ക്. അതിലെണ്ണയുണ്ട്. ഒപ്പം പാതി കത്തിത്തീർന്ന ഒരു തിരിയും. ആ തിരിയുടെ അറ്റത്ത് ഇപ്പോഴും ചെറിയൊരു ചുവപ്പ് നിറമുണ്ട്. അത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ആരോ കെടുത്തിയതാണ്. അതിൽ നിന്ന് നേരിയൊരു പുക മുകളിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. എൻ്റെ തലച്ചോറ് മരവിച്ചുപോയി. വർഷങ്ങളായി ആരും വരാത്ത ഈ വീട്ടിൽ ആരാണ് വിളക്ക് കത്തിച്ചത്? അതും ഈ നേരത്ത്, ഈ നിമിഷം. ഞാൻ ആ പുകയിലേക്ക് നോക്കി നിന്നു. ആ അത്തറിൻ്റെ ഗന്ധം ഇപ്പോൾ വരുന്നത് ആ വിളക്കിൽ നിന്നാണ്. സുധി, ആ വിളക്ക്. ഞാൻ വിരൽ ചൂണ്ടി. സുധി അത് കണ്ടു. അവൻ 2 ചുവട് പുറകോട്ട് വെച്ചു. ദൈവമേ, നമ്മൾ പെട്ടു അഭിലാഷേ, നമ്മൾ ശരിക്കും പെട്ടു. അവൻ തലയിൽ കൈവച്ച് അവിടെ ഇരുന്നു പോയി. എടാ സുധി, എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. ഇവിടെ ഇരുന്നാൽ നമ്മൾ ചാവുകയേ ഉള്ളൂ. അടുക്കളയുടെ വാതിൽ ദാവിടെയുണ്ട്, വാ. ഞാൻ അവനെ ദേഷ്യത്തോടെ വിളിച്ചു. എൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവൻ എങ്ങനെയോ എഴുന്നേറ്റു. ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി. വളരെ വലിയ ഒരടുക്കള. പഴയ വിറകടുപ്പുകൾ വരിവരിയായി കിടപ്പുണ്ട്. തറയിൽ നിറയെ കരിയും ചാരവുമാണ്. ഭിത്തികളിൽ മാറാലകൾ നിറഞ്ഞു കിടക്കുന്നു. അടുക്കളയുടെ അങ്ങേയറ്റത്തായി ഒരു വലിയ തടിവാതിൽ ഞങ്ങൾ കണ്ടു. പുറത്തേക്കുള്ള വാതിൽ. എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഞങ്ങൾ ആ വാതിലിനടുത്തേക്ക് ഓടി. വിനോദ് വാതിലിൽ വീണു. അവൻ കരഞ്ഞുകൊണ്ട് വാതിലിൽ തല്ലി. തുറക്ക്, ദൈവമേ, ഇത് തുറക്ക്. അവൻ കരഞ്ഞു. ഞാൻ വെളിച്ചം ആ വാതിലിലേക്ക് അടിച്ചു. അത് പൂട്ടിയ നിലയിലല്ല, മറിച്ച് ഒരു വലിയ ഇരുമ്പ് പഴുതാര കുറ്റിയിട്ടിരിക്കുകയാണ്. അതകത്തു നിന്നാണ് ഇട്ടിരിക്കുന്നത്. വലിയ തുരുമ്പെടുത്ത ഇരുമ്പ് കുറ്റി. എൻ്റെ മനസ്സ് അല്പമൊന്ന് ശാന്തമായി. കുറ്റി അകത്തു നിന്നാണ്. അത് തുറന്നാൽ നമുക്ക് പുറത്ത് കടക്കാം. സുധി, പിടിച്ചു വലിക്ക്, ഞാൻ സഹായിക്കാം. ഞാൻ ഫോൺ വാതിലിൻ്റെ ഒരു വശത്തായി വെച്ചു. ഞങ്ങൾ 2 പേരും കൂടി ആ ഇരുമ്പ് കുറ്റിയിൽ പിടിച്ചു വലിച്ചു. പക്ഷെ അതനങ്ങിയില്ല. വർഷങ്ങളായി അതവിടെ ഇരിക്കുകയാണ്. തുരുമ്പെടുത്ത് അത് വാതിലുമായി ഉറച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ സർവ്വശക്തിയും എടുത്തു വലിച്ചു. എൻ്റെ കൈകൾ ഉരഞ്ഞുപൊട്ടി രക്തം വരാൻ തുടങ്ങി. എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. എങ്ങനെയെങ്കിലും ഈ വാതിൽ തുറക്കണം. സുധി പല്ലുറുമി വലിയൊരു ശക്തിയോടെ അത് പിന്നിലേക്ക് വലിച്ചു. വലിയൊരു കരകര ശബ്ദത്തോടെ ആ കുറ്റി പകുതിയോളം പുറകോട്ട് മാറി. ഇനി കുറച്ചുകൂടി വലിച്ചാൽ വാതിൽ തുറക്കാം. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. അടുക്കളയുടെ മുകളിൽ നിന്ന്, തട്ടിൻ പുറത്തു നിന്ന് ആരോ മുകളിൽ നടക്കുന്ന ശബ്ദം. വളരെ സാവധാനം, വ്യക്തമായ ചുവടുവെപ്പുകൾ. ആ മരപ്പലകകൾക്ക് മുകളിലൂടെ ആ കാലുകൾ അമർന്നു വീഴുന്ന ശബ്ദം. ഞങ്ങൾ മൂവരും ഞെട്ടി മുകളിലേക്ക് നോക്കി. തട്ടിൻ പുറത്ത് പലകകൾക്കിടയിൽ ചെറിയ വിടവുകളുണ്ട്. ആ വിടവുകളിലൂടെ മുകളിൽ നിന്നുള്ള പൊടി ഞങ്ങളുടെ മുഖത്തേക്ക് വീണു. ആ ചുവടുവെപ്പുകൾ കൃത്യം ഞങ്ങളുടെ മുകളിലെത്തി നിന്നു. ആ പഴയ മരപ്പലകയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് താഴെ ഞങ്ങളെ ആരോ നിരീക്ഷിക്കുന്നത് പോലെ. അവിടെ ഭാരം അമർന്നപ്പോൾ പലകകൾ ഞെരിയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. എൻ്റെ ശ്വാസം നിലച്ചു. കുറ്റിയിൽ പിടിച്ചിരുന്ന എൻ്റെ കൈകൾ അയഞ്ഞു. പെട്ടെന്ന് മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ആരോ വലിയൊരു ഇരുമ്പ് പാത്രം തട്ടിൻ പുറത്തെ തറയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ. ആ ശബ്ദത്തിൽ അടുക്കള മുഴുവൻ കുലുങ്ങി. അതിനൊപ്പം മുകളിൽ നിന്ന് ആ ചിരി വീണ്ടും കേട്ടു. ഇത്തവണ അത് നേർത്ത ചിരിയല്ലായിരുന്നു, ഭ്രാന്തമായ അലറിക്കൊണ്ടുള്ള ഒരു പൊട്ടിച്ചിരി. ആ വീടിൻ്റെ ഓരോ അണുവിലും ആ ചിരി മുഴങ്ങി. ഞാനും സുധിയും കൂടി വീണ്ടും ആ കുറ്റിയിൽ പിടിച്ചു വലിച്ചു. മുകളിൽ നിന്ന് ആരെങ്കിലും താഴേക്ക് വരുന്നതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കുറ്റി പതിയെ പുറകോട്ട് നീങ്ങി. വാതിൽ തുറക്കുന്നതിനുള്ള ആ ചെറിയ വിടവുണ്ടായി. ഞാൻ വാതിലിൻ്റെ പിടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. വാതിൽ തുറന്നു. പുറത്തെ തണുത്ത കാറ്റ് എൻ്റെ മുഖത്തേക്ക് അടിച്ചു. എനിക്ക് പുറത്തെ വലിയ മരങ്ങൾ ഇരുട്ടിൽ അവ്യക്തമായി കാണാം. വിനോദേ, പുറത്തേക്ക് ഓട്, ഞാൻ അലറി. വിനോദ് പുറത്തേക്ക് കുതിച്ചു. അവന് പിന്നാലെ സുധിയും. ഞാൻ ഫോണും എടുത്ത് പുറത്തേക്ക് ചാടാനാഞ്ഞു.
അപ്പോഴാണ് എൻ്റെ കാലിൽ എന്തോ കുരുങ്ങിയത്. ഞാൻ തറയിലേക്ക് വീണു. എൻ്റെ ഫോൺ ദൂരേക്ക് തെറിച്ചുപോയി. എൻ്റെ വലതുകാലിൻ്റെ കണങ്കാലിൽ വളരെ തണുത്ത എന്നാൽ വളരെ ശക്തമായ എന്തോ ഒന്ന് മുറുകെ പിടിച്ചിരിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. ആ ഇരുട്ടിൽ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ പിടുത്തം ഒരു മനുഷ്യൻ്റെ കൈയുടേതുപോലെയുണ്ടായിരുന്നു. വലിയ നഖങ്ങൾ എൻ്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേദന ഞാൻ അറിഞ്ഞു. സുധി, എന്നെ പിടിക്കേ, ഞാൻ അലറിക്കരഞ്ഞു. ആരോ എന്നെ ആ ഇരുട്ടിലേക്ക്, ആ വീടിൻ്റെ ഉള്ളിലേക്ക് തിരികെ വലിക്കാൻ തുടങ്ങി. തറയിലൂടെ ഞാൻ നിരങ്ങി നീങ്ങി. ഞാൻ വാതിലിൻ്റെ പിടിയിൽ എൻ്റെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. എൻ്റെ നഖങ്ങൾ തടിയിൽ അമർന്നു പൊട്ടി. സുധി പുറത്തുനിന്ന് ഓടി വന്നു. അവൻ എൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. അഭിലാഷേ, പിടിച്ചു നിൽക്കേ, വിടരുത്, സുധി അലറി. പക്ഷെ എൻ്റെ കാലിലെ പിടുത്തത്തിന് അപാരമായ ശക്തിയുണ്ടായിരുന്നു. അതെന്നെ പതുക്കെ എന്നാൽ വളരെ ഉറപ്പോടെ ആ ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. ആ അത്തറിൻ്റെ മണം ഇപ്പോൾ അസഹനീയമായിരുന്നു. മുകളിൽ നിന്ന് ആ പൊട്ടിച്ചിരി ഇപ്പോഴും കേൾക്കാം. എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. വിടരുത് സുധി, എന്നെ വിടരുത്, ഞാൻ അലറിക്കരഞ്ഞു. ആ വലിയ വാതിലിൻ്റെ പടിയിൽ എൻ്റെ കൈകൾ വഴുതാൻ തുടങ്ങി. വിരലുകൾ മരത്തിലുരഞ്ഞ് തൊലി പൊട്ടി ചോരയൊലിച്ചു. പിന്നിലേക്ക് വലിക്കുന്ന ആ ശക്തിക്ക് ഒരു മനുഷ്യനേക്കാൾ വലിയ ബലമുണ്ടായിരുന്നു. കാലിലെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ നഖങ്ങളുടെ തണുപ്പ് എൻ്റെ അസ്ഥി വരെ തുളച്ചു കയറുന്നതുപോലെ എനിക്ക് തോന്നി. സുധി എൻ്റെ ഷർട്ടിൻ്റെ കോളറിലും കൈകളിലുമായി മുറുകെ പിടിച്ചിട്ടുണ്ട്. അവൻ പുറത്തെ മണ്ണിൽ കാൽ ഉറപ്പിച്ചു നിർത്തി എന്നെ സർവശക്തിയുമെടുത്ത് വലിച്ചു. കൈവിടല്ലേടാ, സുധി പല്ലുറുമി പറഞ്ഞു. മുകളിൽ നിന്നുള്ള ആ ഭ്രാന്തമായ പൊട്ടിച്ചിരി ഇപ്പോൾ അടുക്കളയിൽ മുഴുവൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ അത്തറിൻ്റെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറി. എനിക്ക് ശ്വാസം മുട്ടി. എൻ്റെ ബോധം മറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഇടതുകാൽ മടക്കി ആ ഇരുട്ടിലേക്ക് എന്നെ പിടിച്ചു വലിക്കുന്ന ആ രൂപത്തിന് നേരെ സർവശക്തിയുമെടുത്ത് ആഞ്ഞു ചവിട്ടി. എൻ്റെ കാൽ ചെന്നുകൊണ്ടത് വെറും വായുവിലായിരുന്നു. പക്ഷെ ആ കുതറിലിൽ എൻ്റെ വലതുകാലിലെ ചെരുപ്പ് ഊരിപ്പോയി. ഒരു നിമിഷം, വെറും ഒരൊറ്റ നിമിഷം മാത്രം ആ പിടുത്തത്തിലുണ്ടായ അയവ് സുധി മുതലെടുത്തു. അവൻ എന്നെ വലിയൊരു ശക്തിയോടെ പുറത്തേക്ക് വലിച്ചിട്ടു. ഞാൻ മുറ്റത്തെ കരിയിലകൾക്ക് മുകളിലേക്ക് വീണു. എൻ്റെ കാലുകൾ വാതിൽപ്പടി കടന്ന് പുറത്തെത്തിയതും ആ തണുത്ത പിടുത്തം പൂർണ്ണമായും ഇല്ലാതായി. ആ ഇരുട്ടിന് വെളിയിലേക്ക് വരാൻ അതിന് കഴിയില്ല എന്ന് തോന്നി. ഓടടാ, സുധി എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഇരുട്ടിലൂടെ ഫോണിൻ്റെ വെളിച്ചം പോലും ഇല്ലാതെ ഞങ്ങൾ ഓടി. എതിരെ നിൽക്കുന്നത് മരമാണോ മതിലാണോ എന്ന് ഞങ്ങൾ നോക്കിയില്ല. കാട്ടുചെടികൾ കാലുകളിൽ വലിഞ്ഞു മുറുകി. മുള്ളുകൾ ദേഹത്ത് പോറി. ഞാനൊന്നും അറിഞ്ഞില്ല. ആ വലിയ ഗേറ്റ് എങ്ങനെയാണ് കടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓട്ടത്തിനിടയിൽ എപ്പോഴോ എൻ്റെ കാലൊരു കല്ലിൽ തട്ടി ഞാൻ നിലത്ത് വീണു. മുട്ടുകുത്തി വീണ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ പിന്നിൽ നിന്നും വളരെ ദൂരെ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. ഞങ്ങൾ ഇറങ്ങി ഓടിയ ആ വലിയ അടുക്കളവാതിൽ വലിയ ശക്തിയിൽ അടഞ്ഞ ശബ്ദമായിരുന്നു അത്. ആ ശബ്ദം കേട്ടതോടെ എൻ്റെ ഉള്ളിലെ അവസാന ധൈര്യവും ചോർന്നുപോയി. ഞാൻ എങ്ങനെയോ എഴുന്നേറ്റ് വീണ്ടും ഓടി. കാർ നിർത്തിയിട്ട റോഡിലെത്തിയപ്പോൾ വിനോദ് കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്ന് കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ബോധം കെട്ട് വീഴാറായ അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യത്തിന് സുധിയുടെ കയ്യിൽ കാറിൻ്റെ താക്കോൽ അപ്പോഴും ഉണ്ടായിരുന്നു. അവൻ്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താക്കോൽ ദ്വാരത്തിലേക്കിടാൻ അവൻ കുറച്ച് സമയമെടുത്തു. ഞാൻ വിനോദിനെ തള്ളി പിൻസീറ്റിലേക്ക് കയറ്റി. സുധി ഡ്രൈവിംഗ് സീറ്റിലും ഞാൻ മുൻവശത്തും കയറി. സുധി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ തവണ അത് സ്റ്റാർട്ടായില്ല. എൻ്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി. രണ്ടാമത്തെ തവണ വണ്ടി ഇരമ്പിക്കൊണ്ട് സ്റ്റാർട്ടായി. ആക്സിലേറ്ററിൽ അവൻ സർവ്വശക്തിയും എടുത്ത് ചവിട്ടി. വലിയ ശബ്ദത്തോടെ ടയറുകൾ റോഡിലുരസി കാർ മുന്നോട്ട് കുതിച്ചു. ആ റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള ഇരുണ്ട റോഡിലൂടെ വണ്ടി പാഞ്ഞു. ഇരുവശത്തുമുള്ള മരങ്ങൾ പിന്നിലേക്ക് മറയുന്നത് ഞാൻ പേടിയോടെ നോക്കിയിരുന്നു. ആ ഇരുട്ടിൽ നിന്നും എന്തെങ്കിലും വണ്ടിയുടെ മുന്നിലേക്ക് ചാടുമോ എന്ന് ഞാൻ ഭയന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലെത്തി. തെരുവുവിളക്കുകളുടെ മഞ്ഞ വെളിച്ചം
വണ്ടിക്കുള്ളിലേക്ക് വീണപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഞങ്ങൾ വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുന്നു, മനുഷ്യരുടെ ഇടയിലേക്ക്. ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വണ്ടിക്കുള്ളിൽ ഞങ്ങളുടെ കിതപ്പ് മാത്രം. AC ഫുൾ സ്പീഡിലിട്ടിട്ടും ഞങ്ങൾ മൂവരും വിയർത്തു കുളിച്ചിരുന്നു. സുധി വണ്ടി പതുക്കെ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. അവൻ സ്റ്റിയറിങ്ങിൽ തലവെച്ച് വലിയ ശബ്ദത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങി. പിന്നിൽ വിനോദ് സീറ്റിലേക്ക് ചാരിക്കിടന്ന് നിശബ്ദനായി കരയുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. ഞാൻ ഡാഷ്ബോർഡിലെ ചെറിയ ലൈറ്റ് ഓൺ ചെയ്തു. എൻ്റെ കൈകളാകെ ഉരഞ്ഞു പൊട്ടിയിട്ടുണ്ട്. വിരലുകളിൽ രക്തം ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ പതുക്കെ വലതുകാലിലെ ജീൻസിൻ്റെ ഭാഗം അല്പം മുകളിലേക്ക് കയറ്റി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാനത് വ്യക്തമായി കണ്ടു. എൻ്റെ കണങ്കാലിൽ 5 വിരലുകൾ ആഴ്ന്നിറങ്ങിയതിൻ്റെ നീലിച്ച പാട്. നഖങ്ങൾ കൊണ്ടുണ്ടായ ആഴത്തിലുള്ള മുറിവുകളിൽ നിന്ന് ഇപ്പോഴും നേരിയ തോതിൽ രക്തം വരുന്നുണ്ടായിരുന്നു. ഐസ് വെച്ചതുപോലെ ആ ഭാഗം ഇപ്പോഴും മരവിച്ചിരിക്കുകയാണ്. സുധി തലയുയർത്തി എൻ്റെ കാലിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. അത് ഞങ്ങളുടെ തോന്നലായിരുന്നില്ല. അവിടെ ആ മനയുടെ ഇരുട്ടിൽ വർഷങ്ങളായി ആരോ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്നും ജീവനോടെ പോകുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പെട്ടെന്ന് സുധി വണ്ടിയുടെ AC ഓഫ് ചെയ്തു. അവൻ ചുറ്റും മണത്തു നോക്കി. ഞാനും വിനോദും പരസ്പരം നോക്കി. ഞങ്ങളുടെ 3 പേരുടെയും വിയർപ്പിൻ്റെ ഗന്ധത്തെ മറികടന്നുകൊണ്ട് കാറിനുള്ളിൽ ഇപ്പോൾ ആ മണം നിറയുന്നുണ്ടായിരുന്നു. പഴയ മധുരമുള്ള ആ അത്തറിൻ്റെ രൂക്ഷഗന്ധം. ഞാൻ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി. പുറത്തെ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് അടിച്ചു കയറി. എങ്കിലും ആ ഗന്ധം അവിടെ തന്നെ തങ്ങി നിന്നു. എന്നോടൊപ്പം, ഞങ്ങളോടൊപ്പം ആ മനയിൽ നിന്നും എന്തോ ഒന്ന് ഈ കാറിലും കയറിയിട്ടുണ്ടോ എന്ന ഭയം എന്നെ ഗ്രസിച്ചു. സുധി ഒന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. അന്ന് രാത്രി വിനോദിന് കടുത്ത പനി വന്നു. പിറ്റേന്ന് തന്നെ അവൻ അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. സുധി അവൻ്റെ അവധി കഴിയും മുമ്പേ ടിക്കറ്റ് മാറ്റി ഗൾഫിലേക്ക് മടങ്ങി. ഞാനിപ്പോഴും ഈ ഗ്രാമത്തിൽ തന്നെയുണ്ട്. പക്ഷേ രാത്രിയായാൽ ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇലഞ്ഞിക്കൽ മനയിലേക്കുള്ള ആ വഴിയെ പിന്നീട് ഇന്നുവരെ ഞങ്ങളാരും പോയിട്ടില്ല. അവിടെ ആ ഇരുട്ടിലെ തറയിൽ ആ പൊടിയിൽ പതിഞ്ഞ കാൽപ്പാടുകളും എൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജോഡി ചെരുപ്പുകളും ആരുടെയോ വരവിനായി ഇപ്പോഴും അവിടെ കാത്തിരിപ്പുണ്ടാകാം.